പോയി ആ മയ്യത്തിനെ സന്ദർശിച്ചവരാണ്. നമ്മളെല്ലാവരും ആ മയ്യത്ത് കിടക്കുന്നത് കണ്ടവരാണ്. നമ്മളെല്ലാവരും ആ മയ്യത്തിനെ കഫൻ പൊതിയുന്നത് നോക്കി നിന്നവരാണ്, കണ്ടവരാണ്. മയ്യത്ത് കുളിപ്പിച്ചതും മയ്യത്തിനെ കഫൻ പൊതിഞ്ഞതും നമ്മൾ കണ്ടവരാണ്. അതിനുശേഷം അവിടെ ചെന്ന് ദുആ കഴിഞ്ഞതിന് ശേഷം അതേ ബുക്കിംഗ് ചെയ്യാത്തൊരു വാഹനമുണ്ട്. എല്ലാവരുടെയും വീട്ടിന്റെ മുറ്റത്തേക്ക് കയറി വരുന്ന ഒരു വാഹനമുണ്ട്. 4 ടയറുള്ള വാഹനമാണ്. 4 പേരുടെ ചുമക്കേണ്ട വാഹനമാണ്. ഒരു ഓൺലൈൻ ടാക്സികളല്ല. നമ്മൾ ബുക്ക് ചെയ്യാതെ, നമ്മൾ ടിക്കറ്റ് എടുക്കാതെ നമ്മുടെ വീട്ടിന്റെ മുമ്പിലേക്ക് കയറി വരുന്ന ഒരു വാഹനമുണ്ട്. മുഅ്മിനീങ്ങളെ, ഇന്നലെ ആ വാഹനവും ആ പ്രിയപ്പെട്ട പിതാവിന്റെ വീട്ടിലേക്ക് ചെന്നില്ലേ? ആ മയ്യത്തിനെ ആ വാഹനത്തിലേക്ക് കിടത്തിയിട്ടോ ആ വാഹനവും ചുമന്നുകൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. എന്നോ വിളിച്ച ബാങ്കിന്, എന്നോ കൊടുത്ത ഇഖാമത്തിനെ നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്. ആ വിളിക്കപ്പെട്ട ബാങ്കിനും ആ വിളിക്കപ്പെട്ട ഇഖാമത്തിനും സ്വന്തമായി നിസ്കരിക്കാൻ ഭാഗ്യമില്ല, മറിച്ച് മറ്റുള്ളവരെ നിസ്കരിക്കുകയാണ്. ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുവച്ചില്ലേ? നമ്മളെല്ലാവരും മയ്യത്ത് നമസ്കരിച്ചില്ലേ? അവിടുത്തെ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തില്ലേ? അത് കഴിഞ്ഞതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയതും നമ്മൾ കണ്ടവരല്ലേ? മുഅ്മിനീങ്ങളെ, പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് ആ ഖബറങ്ങ് കുഴിച്ച് ആ ഖബറിന്റെ അകത്തളത്തിലേക്ക് ഇറക്കി വെച്ചത് കണ്ടവരല്ലേ? ആ ഖബറിൽ 3 പിടി മണ്ണ് വാരിയിടുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് 3 പിടി മണ്ണ് വാരിയിട്ടവരല്ലേ നമ്മള്? മിൻഹാ ഖലഖനാകും, ഓ മനുഷ്യ, ഈ മണ്ണിൽ നിന്നാണ് നിന്നെ ഞാൻ പടച്ചത്. വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് തന്നെയാണ് നിന്റെ മടക്കവും. വമിൻഹാ നുഖ്രിജുകും, മനുഷ്യ, ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് നാളെ നിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും. നാളെയുടെ ലോകത്തേക്ക് ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിലേക്ക് മണ്ണുകൾ വാരിയിട്ടവരല്ലേ നമ്മൾ? ഈ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നലത്തെ ദിവസത്തിൽ നമ്മുടെ മനസ്സിലും നമ്മുടെ കണ്ണുകളിൽ നിന്നും ഓടിപ്പോയതല്ലേ? നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പരിവർത്തനം വന്നിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ കണ്ടവരാ നമ്മൾ. ആരുടെയെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഒരൽപ്പം ചിന്തിക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു പോയിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? ഇല്ലെങ്കിൽ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ പ്രോബ്ലമാണ്. അത് വലിയ രോഗമാണ്. ആ രോഗത്തിനെ നമ്മൾ തന്നെ ചികിത്സിക്കേണ്ടതുണ്ട്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലും അതിന് പരിഹാരം ലഭിക്കൂല. അതിന്റെ പരിഹാരം സ്വന്തമായി തന്നെയാണ്. ഇത്രയും കണ്ടിട്ട് കുളിപ്പിച്ചതും കണ്ടു, കഫം പൊതിഞ്ഞതും കണ്ടു. അതേ വീട്ടിലേക്ക് പറഞ്ഞറിയിക്കാതെ, ബുക്ക് ചെയ്യാതെ ഒരു വണ്ടി കയറി വന്നിട്ട് ആ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുവന്നതും പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ചതും ആ പള്ളിക്കാട്ടിലേക്ക് കൊണ്ട് 6 അടി മണ്ണിന്റെ കത്തരത്തിലേക്ക് കൊണ്ടുവച്ചതും മണ്ണ് വാരിയിട്ടതും നൽകി നോക്കിയതും എല്ലാം കണ്ടിട്ടും നിന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കും മുഅ്മിനേ, എന്തോ പ്രശ്നം നിന്റെ ഹൃദയത്തിലുണ്ട് കേട്ടോ. അതിനെ നീ പരിഹരിക്കണം. ആ രോഗത്തിനെ നീ മാറ്റണം. അത് നിന്റെ കഴിവുകൊണ്ടേ സാധ്യമാകൂ. നീ കേൾക്കുന്നത് എത്രയാണ്, പഠിക്കാൻ ശ്രമിച്ചത് എത്രയാണ്, ചിന്തിക്കാൻ ശ്രമിച്ചത് എത്രയാണ്. അല്ലാഹുവേ, അതുകൊണ്ട് ആ രോഗം നമ്മൾ മാറ്റണം. അങ്ങനെ ഹൃദയത്തിലേക്ക് ഒരു മാറ്റം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അത് വലിയ
വലിയ രോഗമാണ്. ദുനിയാവിലെ ക്യാൻസർ അത് ചെറുതാണെങ്കിലും ഇത് അതിനേക്കാൾ വലിയ രോഗമാണ്. മുഅ്മിനീങ്ങളെ, 5 നേരത്തെ നമസ്കാരം കൊണ്ട് അതാണ് അതിന്റെ വലിയ ടാബ്ലറ്റ്. ഒന്നാമത് അത് തന്നെയാണ് അതിന്റെ ടാബ്ലറ്റ്. 5 നേരത്തെ നമസ്കാരം തന്നെയാണ് 5 നേരം കഴിക്കേണ്ട ടാബ്ലറ്റ്. കുടിക്കേണ്ട സിറപ്പ് ഏതാണ്? അല്ലാഹുവിനോടുള്ള സൂക്ഷ്മതയാണ്, തഖ്വയാണ്, ഹാദിമുൽ ലദ്ദാത്ത്. ഞാൻ മരിക്കുമെന്ന ചിന്തയാണ്, നാളെ എനിക്കും ഖബറെന്നുള്ള ചിന്തയാണ്. അത് തന്നെയാണ് അതിന് പരിഹാരം. ഓരോ മയ്യത്ത് കണ്ടിട്ടും നമുക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഖൽബ് കട്ടിയാണ്, ഖസ്വത്ത് ഖുലൂബാണ്, ഹൃദയം കട്ടിയായി പോയി. അതിനെ പരിവർത്തനം ചെയ്യണേ മുത്തു മുഅ്മിനീങ്ങളെ. അറിയുമോ ഖബർ? ആ ഖബർ ഓരോ മുഅ്മിനീങ്ങളെയും എല്ലാ ദിവസവും 3 പ്രാവശ്യം ആ ഖബർ വിളിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഖബറുണ്ടല്ലോ, ഖബർ. ആ ഖബർ ഓരോ ദിവസവും ഓരോരുത്തരെയും 3 പ്രാവശ്യം വീതം ഖബർ വിളിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നമുക്കത് കേൾക്കാൻ കഴിയില്ല, കാരണം നമ്മുടെ കേൾവിക്ക് ആ പവറൊക്കെ തന്നിട്ടില്ല. മരണത്തോടു കൂടി അല്ലാഹു ചില പവറുകൾ നമുക്ക് നൽകും. ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് പവറുണ്ട്, കണ്ണിന് കുറച്ച് പവറേ ഉള്ളൂ, ചെവിക്ക് കുറച്ച് പവറേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കേൾക്കാൻ കഴിയില്ല. എങ്കിലും ആ ഖബർ ഒരു ദിവസം 3 പ്രാവശ്യമെന്നും അതല്ല 5 പ്രാവശ്യമെന്നും പറയുന്നുണ്ട്. ആ ഖബർ നമ്മളെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, യുനാദൽ ഖബർ കുല്ലു യൗമിൻ 3 പ്രാവശ്യം ആ ഖബർ വിളിക്കുകയാണ്. അന ബൈത്തുദ്ദൂദ് വൽ വഹ്ശ, അന ബൈത്തുൽ വഹദ, അന ബൈത്തുൽ ദുൽമ. ഓരോരുത്തരെയും പേര് വിളിച്ചുകൊണ്ട്, എടാ നൗഫലെ, എടാ നൗഫലെ, അന ബൈത്തുദ്ദൂദ്, അന ബൈത്തുൽ വഹ്ശ. എടാ ഞാൻ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞ മോശമായ ഭീകരമായ ഒരു വീടാണടാ, നിന്നെ വിളിക്കുന്നുണ്ട്. അന ബൈത്തുൽ വഹദ, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്, ഏകാന്തതയുടെ ഭവനമാ. ഇവിടെ ഒരു മനുഷ്യരില്ല കേട്ടോ, അങ്ങനത്തെ വീടാണ് നൗഫലെ. അന ബൈത്തുൽ ദുൽമ, ഞാൻ ഇരുട്ടറയാണ്, ഇരുട്ട് കൊണ്ട് പെയിന്റ് അടിച്ചതാണ് എന്റെ ഭവനമെന്ന് ഓരോ മുഅ്മിനീങ്ങളെ പേരെടുത്തുകൊണ്ട് ഒരു ദിവസം 3 പ്രാവശ്യം ഖബർ നമ്മളെ വിളിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നമ്മൾ കേൾക്കുന്നില്ല. ആ ഖബറിന്റെ ഭീകരമായ അവസ്ഥ പറയുകയാണ്. ഖബറിനെ പറ്റി പറഞ്ഞാൽ അവസാനിക്കൂല. ഈ സമയം നമുക്ക് അതിന് മതിയാവുകയില്ല. അല്ലാഹു സത്യം മനസ്സിലാക്കാം, നന്മയനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 പ്രാവശ്യം ആ ഖബർ വിളിക്കുന്നത് എന്താ? അന ബൈത്തുദ്ദൂദ്. പുഴുക്കളുണ്ടല്ലോ, പാമ്പുകളുണ്ടല്ലോ, അങ്ങനെ നമ്മൾ പേടിക്കുന്ന, അങ്ങനെ നമ്മൾ കണ്ടാൽ ഭയപ്പെടുന്ന ഈ ജീവികൾ, ആ ജീവജാലങ്ങളെല്ലാം നിറഞ്ഞതാണ് ഖബർ. അന ബൈത്തുൽ വഹദ, അവിടെ ആരുമില്ല. നമ്മൾ എത്ര ചങ്കുപ്രോകളായാലും, നമ്മൾ എത്രമാത്രം സ്നേഹിച്ചവരായാലും, നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ മക്കളോ, നമ്മുടെ ഭാര്യമാരോ, നമ്മുടെ ഭർത്താക്കന്മാരോ, നമ്മളെ എത്ര വലിയ സ്നേഹിതന്മാരോ, ഒരൊറ്റ മനുഷ്യരും അതിന്റെ അകത്തളത്തിലേക്ക് കയറി വരില്ല. ഖബറിന്റെ പടിവാതിൽക്കൽ വെച്ച് അവസാനിക്കും. അന ബൈത്തുൽ വഹദ, അന ബൈത്തുൽ ദുൽമ, ഞാൻ ഇരുട്ടറയാണ്. എന്നെ ഇരുട്ട് കൊണ്ട് പെയിന്റ് അടിച്ചതാ, ഇരുട്ട് കൊണ്ട് പെയിന്റ് അടിച്ചതാ. മുഅ്മിനീങ്ങളെ ഒന്ന് കണ്ണൊന്നടച്ചു നോക്ക്, കണ്ണൊന്നടച്ചു നോക്കി ഇരുട്ടറിയാം. കണ്ണ് കാണാത്തവരോട് ചോദിച്ചാൽ ഇരുട്ടിന്റെ പേടിപ്പിക്കുന്ന അവസ്ഥ അറിയാം. എന്നാൽ ആ ഖബറിന്റെ ഉള്ളിൽ പല വെച്ച് മൂടിയിട്ട് അതിന്റെ മേലെ മണ്ണുമിട്ട ഖബറിന്റെ ഉള്ളിലെ ഇരുട്ടെത്രയാണ്, പേടിപ്പിക്കുന്നതാണ്. ചിന്തിക്കും, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഓരോ ഖബറിലേക്കും
ഓരോ മനുഷ്യരെ കൊണ്ടുപോകുമ്പോൾ ആ മണ്ണ് ആ മനുഷ്യനെ സ്വാഗതം ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നമുക്ക് കേൾക്കാൻ കഴിയൂല, മുഅ്മിനീങ്ങളെ കാണാൻ പവർ ഇല്ല. റൂഹ് ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞാൽ പിന്നെ ആ റൂഹിന് വലിയ പവർ കൊടുക്കും. കാണാത്തത് കാണും, കേൾക്കാത്തത് ആ റൂഹിന് കേൾക്കാൻ കഴിയും, മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ കഴിയും. ആ മയ്യത്തിന്റെ ചാരത്ത് റൂഹ് നിൽക്കുമ്പോൾ അറിയുകയാണ്, ആരൊക്കെയാ എന്നെ കാണാൻ വന്നത്. ജീവിച്ചിരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്തവര് മരണസമയത്ത് ഓടിച്ചാടി വരാൻ നിൽക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങളെ, ജീവിച്ചിരിക്കുമ്പോൾ ബന്ധങ്ങൾ പുലർത്തണം. നമ്മുടെ ബന്ധങ്ങൾ സ്നേഹിതന്മാരാണ്, കാണേണ്ടത് കാണണം. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. മരണസമയത്ത് വന്ന് കണ്ടുകൊണ്ടോ അല്ലാഹുവേ, അത് വലിയ പുണ്യമുള്ള കാര്യമല്ല. മയ്യത്ത് കാണലോ പുണ്യമല്ല, അത് മനസ്സിലാക്കണം. മയ്യത്ത് കാണലല്ല പുണ്യം. മയ്യത്ത് വീട്ടിൽ ചെന്ന് ആ മയ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യലാണ് വലിയ പുണ്യമുള്ളത്. അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യല്, ആ മയ്യത്തിനെ കുളിപ്പിക്കല്, കഫം പൊതിയല്, മയ്യത്തുമായി വേണ്ടപ്പെട്ട ആ വീട്ടുകാർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യല്, കബർ കുഴിക്കല് തുടങ്ങിയ മയ്യത്ത് സംസ്കരണമാണ് പുണ്യമായത്. മയ്യത്ത് കാണല് പുണ്യമല്ല, മനസ്സിലാക്കണോ, ചിന്തിക്കണം. കണ്ടാൽ നമ്മുടെ കൽവിൽ നിന്നും കണ്ണുനീര് പോലും വരികയില്ല. അങ്ങനെ വന്നുകൊണ്ടല്ലേ കൽവ് നല്ല രീതിയിൽ കൽവ് പ്രകാശിപ്പിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത്, ആ ഖബർ ഓരോ മുഅ്മിനീങ്ങളെയും ഓരോ മനുഷ്യരെയും കൊണ്ട് ഖബറിലേക്ക് വെക്കുമ്പോൾ മർഹബ പാടിക്കൊണ്ട് ആ ഖബർ സ്വാഗതം ചെയ്യുമെന്ന് കൺമണി നായകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സജ്ജനങ്ങളായ മനുഷ്യനാണെങ്കിൽ, സ്വാലിഹീങ്ങളായ മനുഷ്യനാണെങ്കിൽ ഖബർ പറയുകയാണ്, എടാ മനുഷ്യ, നീ എന്നെ ഓർത്ത് ജീവിച്ചവനാണ്, നീ എന്നെ മനസ്സിലാക്കി ജീവിച്ചവനാ, നീ എന്നെ വിസ്മരിച്ചില്ല, നീ എന്നെ മറന്നു കളഞ്ഞില്ല. നീ എവിടെ ഓടിയാൽ എത്രമാത്രം ജീവിച്ചാൽ അവസാനം വന്ന് കിടക്കേണ്ടത് ഈ മണ്ണിലാണെന്ന ചിന്തയോടുകൂടി ജീവിച്ചവനാണ് നീ. 5 നേരം നമസ്കാരം കൃത്യമാക്കിയവനാ, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവനാ. നിനക്ക് സ്വാഗതം. ഈ ഖബറാകുന്ന എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഇന്ന് നീ അനുഭവിക്കുമെന്ന് സന്തോഷത്തോടുകൂടി സജ്ജനങ്ങളാകുന്ന മുഅ്മിനീങ്ങളെ മനുഷ്യരെ ആ ഖബർ സ്വാഗതം ചെയ്യും. ആ ഖബർ സ്വാഗതം ചെയ്യും. ഇന്നലെയും നമ്മൾ പോയിരുന്നവരാ. എത്ര ഖബറുകളിലേക്ക് ചാരത്ത് നമ്മൾ പോയവരാണ്. എത്ര മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച നമ്മൾ കേട്ടില്ല. ആ സമയത്ത് ഖബറിന്റെ ചാരത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ദുനിയാവ് പറയുകയാണ്, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ ആ ഖബർ സംസാരിക്കുന്നത് ആ റൂഹ് കാണുകയാണ്. എന്നാലോ നിസ്കാരമില്ലാത്ത മനുഷ്യൻ ചെന്നാൽ, മോശക്കാരൻ ചെന്നാൽ, കള്ളുകുടിക്കാരൻ ചെന്നാൽ, തെമ്മാടിയായ മനുഷ്യൻ ചെന്നാൽ ആ ഖബർ പറയുകയാണ്, എടാ മനുഷ്യ, നീ എന്നെ വിസ്മരിച്ചവനാണ്. ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഉസ്താദുമാരുടെ ബയാനുകൾ കേട്ടിട്ടും എന്നെ നീ വിസ്മരിച്ച് ജീവിച്ചവനാ. ഇവിടെ സ്വർഗമെന്നാണ് നീ കരുതിയത്. ജീവിക്കട്ടെ, മരണമല്ലേ, അത് മരിക്കുന്ന സമയത്തല്ലേ. അത്ര സിമ്പിളായി ലാവിഷായി മരണത്തിനെയും ഖബറിനെയും ലാവിഷായി കണ്ട് നിസ്കാരം ഉപേക്ഷിച്ച് അല്ലാഹയെ മറന്നുകൊണ്ട് ഈ ദുനിയാവിനെ സ്വർഗമാക്കി ജീവിച്ചവനാ നീ. അതുകൊണ്ട് കടന്നു വാടാ. എന്റെ ഏറ്റവും മോശമായ, എന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ നീ ഇന്ന് അറിയും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുമെന്ന് വിശ്വത്തിന്റെ നായകൻ, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. ഇതുവരെയും കളവാണെന്നത് പോലും തോന്നാത്ത, ലാഞ്ചനയില്ലാത്ത, ആംഗ്യം പോലും പറയാത്ത സ്വാദിഖുൽ മസ്തൂഖ് അൽ അമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞതല്ലേ, ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ.
നബിതങ്ങൾക്ക് സ്വന്തമായ ഡിസിഷൻ ഇല്ല, സ്വന്തമായ അഭിപ്രായമില്ല. ഇൻ ഹുവ ഇല്ലാ വഹിയുഹ, ഞാൻ പറയാത്തത് നബി പറയൂല, അല്ലാഹ് പറയാത്തത് നബി പറയൂല. ആ അല്ലാഹ് പറഞ്ഞതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മനസ്സിലാക്കണേ മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഈ ഖബർ വിളിക്കുമ്പോൾ എത്ര ഖബറിന്റെ ചാരത്ത് നമ്മൾ പോയി നിന്നിട്ടും നമ്മുടെ ഹൃദയങ്ങളിലേക്കൊന്നും പരിവർത്തനം വന്നിട്ടില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്, നമുക്ക് വലിയ രോഗമുണ്ട്. അത് ചികിത്സിക്കാൻ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കയറി ചെല്ലണ്ട. ഈ പള്ളിയിലേക്ക് 5 നേരം കയറി ചെന്നാ മതി. പള്ളിയിൽ വിളിക്കുന്ന ബാങ്കിന് ഉത്തരം ചെയ്താൽ മതി. ഏത് നിമിഷവും അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ മതി കേട്ടോ. അത് തന്നെയാണ് ഏറ്റവും വലിയ ടാബ്ലറ്റ്. ആ ഹൃദയം പരിവർത്തിക്കാൻ ഏറ്റവും വലിയ ടാബ്ലറ്റ് തന്നെയാണ്. എന്നാൽ ആദ്യം വിളിച്ച വിളിയിൽ, ആ ഖബർ സ്വാഗതം ചെയ്ത വിളിയിൽ നമുക്കും സന്തോഷത്തോട് ഖബറിൽ ചെല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നത്തെ ഖുതുബയിൽ